ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇനി അങ്ങ് വെക്കേഷൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ട്രാവലൊക്കെ പോകണം, ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകണം, ഒത്തിരി ദൂരെ പോകേണ്ടവർക്ക് അങ്ങനെ പോകണം. ഇതൊക്കെ നമുക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ ഇഷ്ടമുള്ളവരൊക്കെ പോയൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഈ ട്രാവൽ പോകാനുള്ള ബാഗാണ് ഇത്. ആക്ച്വലി നല്ല ക്യൂൾറ്റഡ് ബാഗാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ ഇത് കണ്ടോ, ക്യൂൾറ്റഡ് ബാഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് തുണികൾ ഒരു 2-3 അല്ല, നന്നായി മടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു 5-6 ദിവസത്തേനുള്ള തുണികൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഞാനൊരു 7 ദിവസത്തെ തുണികൾ ഇതിനകത്ത് വെക്കും, കാരണം അത് മടക്കുന്ന രീതിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു പൗച്ചുണ്ട്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ, മഞ്ഞ കളറൊക്കെ അടിപൊളിയല്ലേ, നല്ല രസം. അപ്പം നമ്മൾ നല്ല സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സാരി കൊടുത്തൊക്കെ പോകുമ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബാഗൊക്കെ ഇടുമ്പോഴില്ലേ ഭയങ്കര എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും. എല്ലാവരും എന്തിനാ ശ്രദ്ധിക്കണേന്ന് നമ്മൾ ഓർക്കേ. മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞായിട്ട് നമ്മുടെ ഉടുപ്പൊക്കെ നോക്കി നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. അതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബാഗുകളും നല്ല ബെഡ്ഷീറ്റുകളും നല്ല കട്ടൻസും നല്ല പുതപ്പും ഒക്കെ മാഗ്നിസ്കേപ്സിൽ അവൈലബിൾ ആണ്. ഇവിടെ സാരിയില്ല കേട്ടോ, ഇനിയോട്ട് വരാനും പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നില്ലേ, ഇനി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോകണം, പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ വരണം, പിന്നെ നമ്മുടെ വീടും നല്ല ഭംഗിയായിട്ട് ഇടാൻ വേണ്ടി ഞാൻ ഇന്ന് ഈ പ്രിന്റുകളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പ്രിന്റുകളാണ്. അപ്പം ലൈക്ക് ഒരുപാട് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. ഫുള്ള് ലേസ് വെച്ച് ബെഡ്ഷീറ്റ്, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. 1000 റുപ്പീസിന് താഴെ ലേസ് വെച്ച് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പില്ലോ കവർ വരുന്നത്. ഈ പില്ലോ കവറിൻ്റെ നോക്കി നല്ല രസമില്ലേ. ഈ പില്ലോ കവറിന് 4 സൈഡിലും ഇതുപോലെ പില്ലോ കവറിൻ്റെ വലിയ പില്ലോ കവറാണ്. 4 സൈഡിലും ഇതുപോലെ നല്ലതായിട്ട് ലേസ് വെച്ചിട്ടുണ്ട്. 2 വലിയ പില്ലോ കവർ ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. നല്ല രസമായിട്ടുള്ള പില്ലോ കവറാണ്. പിന്നെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ബെഡ് റണ്ണർ കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ബെഡ് റണ്ണർ. ഈ ബെഡ് റണ്ണർ നമ്മുടെ കയ്യിൽ ഈ ഒരു കളറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു കളറിലും ഇത് അവൈലബിൾ അല്ല. ഇപ്പോഴേ ഞാൻ പറയുവാണ്, കാരണം വെച്ചാൽ ഇത് ക്യൂൾറ്റഡ് ആയിട്ടുള്ള ബെഡ് റണ്ണറാണ്. ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്, ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നല്ല സൈഡിലൊക്കെ. ഇത് വേണമെങ്കിൽ നമുക്ക് നോർമൽ റണ്ണറായിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഇത് ബെഡ് റണ്ണറാണ്, കാരണം ഇതിൻ്റെ സോഫ്റ്റ്നെസ് അതുപോലെയാണ് കേട്ടോ. ബെഡ് റണ്ണർ എന്തായാലും നമ്മൾ രാത്രി എടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ ഉള്ളത് ഞാൻ ആദ്യം കാണിച്ച ബെഡ്ഷീറ്റ്, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രിന്റ് ഇതാണ്. ഇതിൻ്റെ സൈഡ് ബോർഡർ ഈ ലേസ് ഒക്കെ വെച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡിൽ വിരിക്കുമ്പോൾ ഈ ഒരു പ്രിന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് പ്രിന്റ് അല്ല, സോറി, ലേസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. മുഴുവൻ എന്താ പറയുക, ബെഡ്ഷീറ്റിലും പില്ലോ കവറിലും ലേസ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് അടുത്ത പ്രിന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത പ്രിന്റ്. ഈ പ്രിന്റ് ഉണ്ടല്ലോ, ഇതിലും നല്ല ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സൈഡ് ബോർഡർ 4 സൈഡിൽ പ്ലെയിൻ കളർ ആയിരിക്കും. സെൻറ്റർ പോർഷൻ വന്നിട്ട് നല്ല ഒരു പ്രിന്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആട്ടോ. ഇനിയുള്ളത് ഈ ഒരു ഡിസൈനാണ്. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. നല്ല ഭംഗിയായിട്ടുള്ള അതിൻ്റെ പില്ലോ കവറ്. പിന്നെ നമ്മുടെ മാഗ്നിസ്കേപ്സിൽ 3 പ്രിന്റ് നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ഈ പ്രിന്റിനാണ് നമ്മുടെ ഇവിടെ സെയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിന്റ് ആണല്ലോ. ഇനി നമുക്കത് കുറച്ചുകൂടെ ഉള്ളൂ. ഞാനിങ്ങനെ നോക്കുക അത് എത്ര ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉള്ളൂ. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പിങ്ക് കളറിൽ പൂവില് ഇതുപോലെ ലേസ് വെച്ച് ബെഡ്ഷീറ്റാണ്. ഇത് ഗിഫ്റ്റ് കൊടുക്കാനും അല്ലാതെ എല്ലാം നല്ല ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് 17x27 ഇഞ്ചസ് ആണ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിൽ പില്ലോ കവേഴ്സ് ഒക്കെ ഭയങ്കര ഒരു കുറച്ചുകൂടി വലുതാട്ടോ. കുറച്ചുകൂടി എന്നാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വലുതല്ല, കുറച്ചുകൂടി. കാരണം ഇപ്പോഴത്തെ പില്ലോസൊക്കെ മൈക്രോ ഫൈബർ പില്ലോസും പിന്നെ കോട്ടൺ പില്ലോസൊക്കെ കുറച്ചുകൂടി വലുതാണ്. അതുകൊണ്ട് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ പില്ലോ കവർ കുറച്ചുകൂടി വലുതാണ്. അന്നോർത്ത് വലിയ അണ്ടക്കാട്ട് പില്ലോ കവറാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ആരെങ്കിലുമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പം ഇഷ്ടമില്ലാത്ത ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
അപ്പൊ ഞാനിങ്ങനെ ഒരു അപ്പുറത്തേക്ക് ചെറുപറമ്പത്ത് റോഡിലാണ് നമ്മുടെ കട എന്നറിയാലോ. ചെറുപറമ്പത്ത് റോഡിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞിട്ടും മനസ്സിലിങ്ങനെ എന്താ പറയുന്നത്, ലഡു പൊട്ടുന്ന പോലെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ്, നല്ലൊരു ചിരി, നല്ലൊരു സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. അപ്പോഴാണ് നമുക്കെല്ലാം നല്ലതായിട്ട് വരത്തുള്ളൂ കേട്ടോ. അയ്യോ പൊത്തേന്ന് പറഞ്ഞാൽ ഒന്നും വരത്തില്ല കേട്ടോ. ഇത് അടുത്ത പ്രിന്റ് ആണ്. ഈ പ്രിന്റ് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഈ ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെയാണ് കേട്ടോ. ഈ നല്ല രസമായിട്ട് ഈ ബെഡ്ഷീറ്റ്. ഇത് പ്രീമിയം ലൈക്ക് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, ഈ റൂംസിൽ ഭയങ്കര ഈ ഒരു കളർ കോമ്പിനേഷൻ ഞാൻ ഒരുപാട് എന്താ പറയുക, വാൾപേപ്പേഴ്സ് ഒക്കെ ചെറുതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കോമ്പിനേഷൻ ഇടുമ്പോൾ റൂം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചെറിയ സൈഡിലൊക്കെ ഇച്ചിരി പാനലിംഗ് ഇപ്പോൾ ഒത്തിരി വിലയൊന്നുമില്ല, ജസ്റ്റ് ഇച്ചിരി അത് വാൾപേപ്പറിനേക്കാളും കുറവാണ് പാനലിംഗ് ചിലതൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിങ്ങനെ കണ്ടുപിടിച്ചൊക്കെ വെച്ച് അതുപോലെ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആൾക്കാർക്ക് ഈ ഷീറ്റ് ഒരു ആൻറ്റി പറഞ്ഞ ഇഷ്ടപ്പെടുന്നത് എന്നാന്ന് പറയാം, പണ്ട് ഞങ്ങളുടെ വീട്ടിലെ മൊസൈക്ക് ആയിരുന്നു. അപ്പോൾ ആ മൊസൈക്ക് പോലെയാ മോളെ ഇതിരിക്കുന്നത്. ശരിയാ, നോക്കി. അതുകൊണ്ട് ഞാനിത് മൊസൈക്ക് ബെഡ്ഷീറ്റ് അന്ന് തുടങ്ങി പേരും ഇട്ടു കേട്ടോ. ആദ്യം നമ്മുടെ കയ്യിൽ അതിൻ്റെ ക്യൂൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആദ്യം കിങ് ആയിരുന്നു, പിന്നെ ക്യൂൺ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാനത് ലേസ് വെച്ചും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള സൈഡ് ബോർഡർ പ്ലെയിൻ ആയിട്ടുള്ള നല്ല ലേസ് വെച്ച് ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ കട എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്. ഈ ഒരേ ഒരു വാട്സപ്പ് നമ്പറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂട്യൂബ് ഓർഡർ എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് വേറെ ഒരു നമ്പർ ഉണ്ട്, പക്ഷെ അതിനകത്തേക്ക് വേറെ ഒരു രീതിയിലാണ് അത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ നമ്പറിലാണ് നിങ്ങളെല്ലാം ചോദിക്കേണ്ടത് വേറെ നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ പേയ്മെൻറ്റ്സ് ഒക്കെ വരേണ്ടത് ഈ ഒരു നമ്പറിലാണ്. വെബ്സൈറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാലും അവിടെ എന്തെങ്കിലും കണ്ടില്ലെങ്കിൽ നമ്മളോട് ഇവിടെ ചോദിക്കണം. പിന്നെ നമ്മുടെ മാഗ്നിസ്കേപ്സിൽ വരേണ്ട വഴി നിങ്ങൾക്ക് അറിയാമല്ലോ, എറണാകുളത്ത് നിന്ന് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്, വൈറ്റിലയിൽ നിന്ന് വരുമ്പോഴും MG റോഡിൽ നിന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും എവിടെ നിന്നൊക്കെ വന്നാലും മെട്രോ പില്ല നമ്പർ 795 സൈഡിലുള്ള റോഡാണ് കേട്ടോ, ചെറുപറമ്പത്ത് റോഡ്. അവിടെ വരുമ്പോൾ ഫസ്റ്റ് ആ റോഡിലോട്ട് ഇങ്ങനെ കയറി കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് ക്രോസ് റോഡ് മാത്രമേ നിങ്ങൾ നോക്കാവുള്ളൂ. അവിടെ ഒരു വലിയൊരു ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മാഗ്നിസ്കേപ്സിൻ്റെ ഒരു ബിൽഡിംഗ് ഉള്ളത്. സെക്കൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ ഇന്ന് ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നോർത്ത് വിഷമിക്കണ്ട, നമ്മൾ തന്നെ നമ്മളെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇന്ന് നല്ല സാമ്പാർ വെച്ചു, അങ്ങനെ ആലോചിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും താങ്ക് യു.